നമുക്ക് ഇന്ന് ഇവിടെ നമ്മളെ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അഖില ചേച്ചിയാണ്. പോണ്ടിച്ചേരിയിൽ PhD സ്കോളറായിട്ട് സ്കോളറാണിപ്പോ. അപ്പം നമുക്ക് ഇന്ന് നമ്മളെ ഡൗട്ടും കാര്യങ്ങളും അല്ലെ നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ പറ്റി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ അഖിലേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ പറഞ്ഞ പോലെ ഞാൻ അഖില, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാണ്. സെക്കൻഡ് ഇയർ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രോപോളജി ആണ്. യൂണിവേഴ്സിറ്റിയില് നമ്മൾ ഒരു ജനറൽ ആയിട്ട് ഇൻഫോർമേഷൻസ് ഞാൻ കുറച്ചൊന്ന് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാം. അതാ കൂടുതൽ നന്നാവാൻ തോന്നി. ജസ്റ്റ് ഒരു പ്രസന്റേഷൻ പോലെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ. അതായത് ഇത് ജനറൽ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. വലിയ ഒരു യൂണിവേഴ്സിറ്റി 1985 തൊട്ടുണ്ട്. മോട്ടോ എന്ന് പറഞ്ഞാൽ വേഴ്സ് ലാ ലൂമിയർ എന്ന് ആണ്. അതൊരു ഫ്രഞ്ച് സെന്റൻസ് ആണ്. ടുവേർഡ്സ് ലൈറ്റ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ് വരുന്നത് പുതുച്ചേരിയിലാണ്. പിന്നീട് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കമ്മ്യൂണിറ്റി കോളേജുകളും അണ്ടറിൽ വരുന്ന കോളേജുകളും ഉണ്ട്. നാക്കിന്റെ A ഗ്രേഡ് അക്രഡിഷൻ ആണുള്ളത്. NIRF റാങ്കിങ്ങിലാണെങ്കിൽ 101 മുതൽ 150 വരെയുള്ള ബാൻഡിനടുത്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഉള്ളത്. പിന്നെ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റുള്ള IIRF 2024 റാങ്കിങ്ങിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി 8ാമതാണുള്ളത്. പിന്നെ ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പറയുകയാണെങ്കിൽ 800 ഏക്കറുള്ള ക്യാമ്പസ് ഓൾമോസ്റ്റ് ഒരു ഗ്രീൻ ക്യാമ്പസ് ആണ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് നമ്മളുടെ ക്യാമ്പസിന്റെ അകത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണുള്ളത്. ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള മോഡേൺ ലബോറട്ടറീസും റിസർച്ച് സെന്റേഴ്സും ലെക്ചർ ഹാൾസും ഒക്കെ ഉണ്ട്. അത് വൈഫൈ എനബിൾഡ് ആണ്. അറ്റ് ദി സെയിം ടൈം റേഞ്ച് ഇഷ്യൂസും വൈഫൈയുടെ ബാൻഡ് വിഡ്ത്തിന്റെ കുറവുകളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം ഉണ്ട്. പിന്നെ ഇത് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റി, റിസർച്ചിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെയുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെയുള്ള ഒരു പ്രത്യേക ഫെസിലിറ്റി അവിടെ ഉണ്ട്. നമ്മുടെ ലൈബ്രറിയുടെ പേര് ആനന്ദരംഗപിള്ളൈ ലൈബ്രറി എന്നാണ്. ലൈബ്രറി 8 മണി വരെ ഫങ്ഷൻ ചെയ്യും വീക്ക് ഡേയ്സിൽ. പിന്നെ നമുക്ക് റീഡിംഗ് റൂം ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 250 ഒക്കെ കപ്പാസിറ്റി വരുന്ന ഒരു റീഡിംഗ് റൂം 24/7 അവൈലബിൾ ആയിട്ടുള്ള റീഡിംഗ് റൂമാണ്. നമ്മളുടെ ക്യാമ്പസും 24/7 ആക്സസബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. നമുക്ക് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ അത്ര അധികം ഇല്ല ക്യാമ്പസിന്റെ അകത്ത്.
പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. ഒരുപാട് ന്യൂ ഹോസ്റ്റൽസ്, പുതിയ ഹോസ്റ്റലുകൾ പണിയുന്നുണ്ട്. പിജി കുട്ടികൾക്കും യുജി കുട്ടികൾക്കും 3 പേർക്ക് ഒരു റൂം എന്ന അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റൽ റൂംസ് ഉള്ളത്. അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റേഞ്ചിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സാധാരണ ഉള്ളതുപോലെ തന്നെ പ്രശ്നങ്ങൾ ക്യാമ്പസിലുണ്ട്. പിന്നീട് കോമൺ റൂംസും ഹോസ്റ്റലിന്റെ അകത്ത് തന്നെ പ്രത്യേകം റൂമുകളും റിക്രിയേഷണൽ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ക്യാമ്പസിൽ ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയംസ് ഉണ്ട്. ഫുട്ബോളിനും ബാസ്കറ്റ് ബോളിനും അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ക്യാമ്പസിൽ 24/7 ഹെൽത്ത് സെന്റർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഡോക്ടർ എപ്പോഴും ഉണ്ടായിരിക്കും ക്യാമ്പസിന്റെ അകത്ത്. ഹെൽത്ത് സെന്റർ, ആംബുലൻസ് സർവീസുകളും കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ക്യാമ്പസിലെ എനർജി, സോളാർ പവേർഡ് ലൈറ്റിങ്സ് ഒക്കെ മിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും ഹോസ്റ്റലുകളിലും അവൈലബിൾ ആണ്. പിന്നെ അത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്യാമ്പസിൽ അവൈലബിൾ ആണ്. 14 സ്കൂളുകളായിട്ടാണ് നമ്മളുടെ ക്യാമ്പസ് ഉള്ളത്. അതില് 14 സ്കൂളുകളായിട്ട് 50-ലധികം ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. സ്കൂൾസ് എന്ന് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ്, ഹ്യൂമാനിറ്റീസ്, തമിഴ്, സ്കൂൾ ഓഫ് തമിഴ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് സയൻസസ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെ വരുന്നത്, സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ്, സ്കൂൾ ഓഫ് ലോ. ഈ സ്ലൈഡ് ഞാൻ ലാസ്റ്റ് വെക്കാം. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളിലുള്ള ഡിസ്കഷൻ നമുക്ക് ആ സമയത്ത് നടത്താം. പിന്നെ നമ്മളുടെ ക്യാമ്പസിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാമ്പസിൽ വരാതെ അറിയാലോ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത്. പിന്നീട് പോണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാമ്പസിൽ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്നതും ആ ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ ബാക്കി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ നമ്മളുടെ ക്യാമ്പസിലും ഉണ്ട്. പലതരത്തിലുള്ള ക്ലബുകൾ ക്യാമ്പസിലുണ്ട്. ആസ്ട്രോണമി ക്ലബും നേച്ചർ ക്ലബും അങ്ങനെയൊക്കെ. പിന്നെ സ്റ്റുഡന്റ് കൗൺസിൽ ഉണ്ട്. നമ്മളുടെ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി നമുക്ക് നമ്മളുടെ സ്റ്റുഡന്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ളത്. പിന്നെ നാഷണൽ സർവീസ് സ്കീം, നാഷണൽ കേഡറ്റ് കോർപ്സ് ഒക്കെ അവൈലബിൾ ആണ് PG UG കുട്ടികൾക്ക്. മെയിൻ ആയിട്ട് UG കുട്ടികളാണ് NCC NSSലൊക്കെ ഉണ്ടാവുക. പിന്നെ ഹെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഫോർ പേഴ്സൺ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതായത് സ്പെഷ്യൽ നീഡഡ് ആയിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു സ്കീമാണ് ഹെപ്സൻ. അവർക്ക് സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് നമ്മളുടെ ക്യാമ്പസിൽ. പക്ഷെ അത് റീഇംബേഴ്സ്മെന്റ് മോഡിലാണ്. ആദ്യം ഫീസ് അടച്ചിട്ട് ആ ഫീസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന തരത്തിൽ ആണ് സ്പെഷ്യലി നീഡ്സ് ഉള്ള ആളുകൾക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്റർപ്രണർഷിപ്പ് സെല്ല് അവൈലബിൾ ആണ്. പിന്നെ ക്യാമ്പസിൽ പലതരത്തിലുള്ള റൂറൽ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്, എൻവയോൺമെന്റൽ ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ക്യാമ്പസിന്റെ പ്ലേസ്മെന്റ് സെൽസ് ഒക്കെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് നമ്മുടെ. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെന്റും കമ്പ്യൂട്ടർ സയൻസും ലൈഫ് സയൻസും ഹ്യൂമാനിറ്റീസ് സ്കൂളുകളിൽ നിന്നൊക്കെയാണ് ഹൈ പ്ലേസ്മെന്റ് റേറ്റ് ഉള്ളത്. അതിലും മാനേജ്മെന്റ് ആണ് കൂടുതലായിട്ട് കുട്ടികൾക്ക് പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനികൾ
സ്കൂളിലേക്ക് വരിക, ഒരു പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ നടക്കുക, അതൊക്കെ ഉണ്ടാവും. പിന്നെ കൊളാബറേഷൻസ്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ISRO, DRDO, IIT-കളായിട്ടുള്ള കൊളാബറേഷൻസ് ഒക്കെ അവിടെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഇന്ത്യക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളുമായിട്ട് MOU സൈൻ ചെയ്തിട്ട് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാംസും റിസർച്ച് കൊളാബറേഷൻസും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇറാസ്മസ് സ്കോളർഷിപ്പ്, ഡാഡ് ജർമ്മനിയിലുള്ള ഒരു സ്കോളർഷിപ്പാണ്. ഫുൾബ്രൈറ്റ് ഫെലോഷിപ്പുകളും എല്ലാം ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പല പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. ബാക്കി ഡിസ്കഷൻസ് ആവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് പിന്നീട് കണ്ടിന്യൂ ചെയ്ത് ഡിസ്കഷൻ പോവാം. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. നിലവില് ക്യാമ്പസിനകത്ത് നമ്മുടെ പബ്ലിക് പോളിസി ഗവേണൻസിന്റെ ഭാഗമായിട്ടോ ക്ലൈമറ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ഷൻ അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ട്രസ്റ്റ് ഏരിയാസ്, ഇങ്ങനത്തെ ഇതുപോലെയുള്ള ഏരിയാസ് ഹാൻഡിൽ ചെയ്യുന്ന സ്കൂൾസോ പ്രത്യേകം കോഴ്സുകളോ എന്തെങ്കിലും ഉണ്ടോ? പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ കണ്ടുവരാറുണ്ടല്ലോ. വളരെ ഗ്രീൻ എനർജി ടെക്നോളജി സ്കൂൾ ഉണ്ട്. അവിടെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ അവരുടെ സിലബസ് ഒക്കെ ഇത്തരത്തിലുള്ള ഇതിന് ബേസ് ചെയ്തിട്ടാണ്. ലൈഫ് സയൻസിൽ എക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്താ ഇന്ത്യയിലുള്ള ക്യാമ്പസുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എക്കോളജി ഡിപ്പാർട്ട്മെന്റുകളിലെ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലും പറഞ്ഞതുപോലുള്ള റിസർച്ചുകളും കോഴ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. ഡിപ്ലോമ കോഴ്സുകളാണോ അതോ ഫുൾ ടൈം മാസ്റ്റേഴ്സ് കോഴ്സുകളാണോ? ഫുൾ ടൈം മാസ്റ്റേഴ്സ് ആണ്. ആണല്ലേ. ഡിപ്ലോമ കോഴ്സുകൾ അധികം ഇല്ല. ഡിപ്ലോമ കോഴ്സുകള് മാനേജ്മെന്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അണ്ടറിൽ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്. അതില് ക്ലൈമറ്റ് ആക്ഷൻ ഒക്കെ വരുന്നത് എന്റെ അറിവിലില്ല. ഡിപ്ലോമ കോഴ്സുകൾ മെയിൻ ആയിട്ട് മാനേജ്മെന്റ് അണ്ടറിലാണ് വരുന്നത്. ഓൾറെഡി ഒരു ഫുൾ ടൈം മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിലേ. ഓക്കെ, താങ്ക് യു. ഹലോ, കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കാം. ഞാൻ കോഴിക്കോട് ഭാഗത്തു നിന്നാണ്. ഞാൻ ഡിസ്റ്റൻസ് കോഴ്സാണ് നോക്കുന്നത് PG ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? PG കോഴ്സിനുള്ള ഡിസ്റ്റൻസിന് അഡ്മിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പിന്നെ എക്സാം സെന്റേഴ്സ് ഒക്കെ നമുക്ക് എവിടെ ആയിരിക്കും ഉണ്ടാവുക? സാധാരണ ഞാൻ കോഴിക്കോട് ഭാഗത്തു നിന്നായതുകൊണ്ട് നമുക്ക് എവിടെ ആയിരിക്കും അടുത്ത് വരുന്നത്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇപ്പൊ ഓപ്പൺ ആണ് അപ്ലൈ ചെയ്യാനായിട്ട്. അത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്താൽ മതിയോ? അത് എങ്ങനെ? പിന്നെ അലോട്ട്മെന്റ് സമയമൊക്കെ എപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക? പിന്നെ ഇതിന്റെ സെന്റേഴ്സ് എവിടെയായിരിക്കും വരിക? നമുക്ക് കോഴിക്കോട് അടുത്ത് വരുന്നുണ്ടോ മാഡം? കോഴിക്കോടൊക്കെ സെന്റർ ഉണ്ട്. കൃത്യമായിട്ട് ഏതാ സെന്റർ എന്ന് എനിക്ക് അറിയില്ല. സൈറ്റിലൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ സെന്റർ ചോദിച്ച ആളോടാണ്. പിന്നെ CUET-ന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളില് നമ്മൾ CUET അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പൊ CUET-ന് സെന്ററുകൾ ഉണ്ട്. CUET എക്സാം സെന്ററുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളും ഉണ്ട്. അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള IT കുറച്ച് കൂടുതൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സുകൾ വരുന്ന കോളേജുകൾ
അല്ലെങ്കിൽ ഈ എക്സാംസിന് വേണ്ടിയിട്ട് ഓൺലൈൻ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കേരളത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഓൺലൈൻ എക്സാം സെന്റേഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യൂഷ്വലി ഇപ്പൊ എക്സാംസ് നടക്കുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, എല്ലാ ജില്ലകളിലും ഉണ്ട് അല്ലെ എക്സാം സെന്റർ? നമുക്ക് ഈ എന്താണ് എക്സാം സെന്റേഴ്സ് എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് എക്സാം വരുന്നത്? എക്സാം ഹലോ. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എക്സാം ലൈക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാംസ് ആണ്. ഓക്കെ ഓക്കെ. അത് മാത്രമല്ല, നമ്മൾ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സാംസ് ആണ് ചോദിച്ചത്. ഈ നമുക്ക് ഇയർലി എക്സാം വരുമല്ലോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ, അത് നമ്മൾ കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ടോ അതിന്? ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ എക്സാംസിന്റെ ആണോ ചോദിച്ചത്? അത് ഓക്കെ, മേ ബി മാഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, മാഹിയില് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വരുന്നുണ്ട്, ഓഫ് ക്യാമ്പസ് വരുന്നുണ്ട്. ഓക്കെ, കേരളത്തിൽ എല്ലാവർക്കും അവിടെയാണ് വരുന്നത് അല്ലേ? മാഹിയിലാണ് വരുന്നത് അല്ലേ? ഇപ്പൊ കേൾക്കാം. നമുക്ക് അടുത്ത് വരുന്നത് ഓക്കെ ഓക്കെ, മനസ്സിലായി. അത് അഖിലെ ഒന്ന് അന്വേഷിക്കാവോ അത്? ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ PhD ഇപ്പം നെറ്റ് ഇല്ലാണ്ട് ഇപ്പൊ PhD മാത്രം നമുക്ക് കിട്ടുന്നില്ലേ? ആ സമയത്ത് നമുക്ക് എങ്ങനെ അഡ്മിഷൻസും കാര്യങ്ങളും അവിടെ എടുക്കാൻ വേണ്ടി പറ്റുമോ? അതായത് നിലവില് ലാസ്റ്റ് ടൈം ഒരു എൻട്രൻസ് എക്സാം വഴിയാണ് ഇപ്പൊ PhDയുടെ ഇൻടേക്കും എൻട്രൻസ് എക്സാമും അതല്ലാണ്ട് JRF PhD നെറ്റ് PhD ഓൺലി നെറ്റ് ഇത്തരത്തില് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇൻടേക്കിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു എന്താ പറയാ, നമ്മളുടെ ലാസ്റ്റ് നെറ്റ് എക്സാം എന്താ പറയാ, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് രണ്ടാമത് നടത്തിയ ആ ഒരു ലാഗ് ഉണ്ടായത് കൊണ്ടാണ് എൻട്രൻസ് എക്സാം നടത്തിയത്. അപ്പം നിലവിലെ ആ ഒരു എൻട്രൻസ് എക്സാം എന്നുള്ള ഒരു പ്രൊസീജിയർ ക്യാൻസൽ ചെയ്യാന്നുള്ള ഒരു മട്ടാണല്ലോ. അപ്പോ ഈ നേരെ ഇന്റർവ്യൂ അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂവിന് വിളിക്കുക, ഇന്റർവ്യൂ ആ ഒരു പ്രൊസീജിയർ ആവും നടക്കുക. കേൾക്കാമോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ MSW തന്നെ അവിടെ MSWക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും ഉണ്ടോ? ഉണ്ട്. MSWന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർക്ക് ഇന്റേൺഷിപ്പും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുമ്പോഴും കേരളത്തിലെ പല കോളേജുകൾ കമ്പയർ ചെയ്യുമ്പോഴും ഇവിടുത്തെ MSW ഡിപ്പാർട്ട്മെന്റിന്റെ വാല്യൂ കുറച്ച് കുറവാണെന്നാണ് ഇവിടെ പഠിച്ചിറങ്ങിയവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അഭിപ്രായം. പക്ഷെ എന്താ, അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. ഇവിടുത്തെ PhD ആണെന്നുണ്ടെങ്കിലും നല്ല റിസർച്ചുകൾ നടക്കുന്നതും നല്ല ക്വാളിറ്റി ഉള്ള റിസർച്ചുകൾ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഫാക്കൽറ്റീസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും എല്ലാവരും ഉണ്ട്. ഈ നെക്സ്റ്റ് ടൈം എങ്ങനെയാണ് അതിന്റെ ഒരു ഇൻടേക്ക് രീതി എന്നുള്ളത് മിക്കവാറും എൻട്രൻസ് എക്സാം നടക്കാൻ സാധ്യതയില്ല നിലവിലൊരു സാഹചര്യത്തിൽ. ഇപ്പൊ നമുക്ക് എൻട്രൻസ് എഴുതിയിട്ട് നമ്മൾ അവിടെ വരുന്നതാണെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളും യൂണിവേഴ്സിറ്റി തരുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കണോ? ക്ലിയർ ആയില്ല, ഒന്നുകൂടി ചോദിക്കും. ഇപ്പോ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയതാണെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റിയും കാര്യങ്ങളും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്ന്? ഉണ്ട്, ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നില്ല. പക്ഷെ അതേസമയം ഒരുപാട് ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. എന്താ, ഒരു അഡ്മിഷന്റെ സമയത്ത് ചില സമയങ്ങളിൽ ഒരു റഷ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോ ഡോർമെട്രികൾ കൊടുക്കുക, ഒരു 1-2 മാസത്തേക്ക് ഡോർമെട്രികളിൽ കുട്ടികളെ താമസിപ്പിക്കേണ്ടി വരിക, അത്തരത്തിലുള്ള സിറ്റുവേഷനിലേക്ക് പോവാറുണ്ട്. പക്ഷെ റൂം
ഒരു 1-2 മാസത്തിനുള്ളിലൊക്കെ എല്ലാ കുട്ടികൾക്കും അവൈലബിൾ ആവുന്ന രീതിക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ക്യാമ്പസിലുണ്ട്. ഓക്കെ. താങ്ക് യു. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. സ്കോളർഷിപ്പ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹലോ. കേക്കാമോ? കേക്കാം. മെറിറ്റ് മീൻസ് സ്കോളർഷിപ്പ് ഒക്കെ അവൈലബിൾ ആണ്. അതല്ലാതെ കണ്ട് ഇപ്പൊ PhD ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റൈപ്പൻഡ് 8000 ആണ്. ബാക്കി എല്ലാ തരത്തിലുള്ള PhD റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ JRF, CSIR, ICSSR അത്തരത്തിലുള്ള ഫെലോഷിപ്പുകൾ കിട്ടും. PG ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഒക്കെ കിട്ടുന്ന പോലെ മെറിറ്റ് കമ്മീൻസും OBC പ്രീമെട്രിക് സ്കോളർഷിപ്പുകളും എല്ലാം അവൈലബിൾ ആണ്. പോസ്റ്റ് മെട്രിക് ആണ് കേട്ടോ. അതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. സ്കോളർഷിപ്പ് PGക്ക് മാർക്ക് ബേസ് ചെയ്തിട്ടും കൂടെ ഉള്ളൊരു ഇതുണ്ട്. ഹലോ. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾക്ക് 10,000 രൂപയും, രണ്ടാമത്തെ സെക്കൻഡ് റാങ്ക് ഉള്ള ആൾക്ക് 7,500 രൂപയും, തേർഡ് റാങ്ക് ഉള്ളവർക്ക് 5,000 രൂപയും പെർ സെമസ്റ്റർ ഉണ്ടാവുന്നതാണ്. ഫീസ് സ്ട്രക്ചർ എങ്ങനെയാ അവിടുത്തെ? ബേസിക്കലി എന്താ പറയാ, ബാക്കി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വളരെ അധികം ഫീ വാങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോ ഫോർത്ത് സെമസ്റ്ററിൽ നമ്മൾ ആദ്യം കയറുന്ന സമയത്ത് ഒരു 20,000 സംതിങ് രൂപ അത് വേരി ചെയ്യും. സയൻസും സോഷ്യൽ സയൻസും ലാബ് ഫെസിലിറ്റീസ് ഉള്ളതും അല്ലാത്തതും തമ്മിൽ വേരി ചെയ്യും. ഒരു 20,000-25,000 ഒക്കെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് സെമസ്റ്റർ ആവുന്ന സമയത്ത് ഒരു 5,000 തൊട്ട് ഒരു 10,000 വരെയൊക്കെ ആവും. അതും ഈ പറയുന്ന പോലെ സയൻസ് സോഷ്യൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഈവൻ സെമസ്റ്ററുകളിൽ കുറവും ഓഡ് സെമസ്റ്ററുകളിൽ കൂടുതലും ആയിരിക്കും ഉണ്ടാവുക ഫീസ്. താങ്ക് യു. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെയാണ്. ക്യാമ്പസിൽ ബസ് ഉള്ളില് 800 ഏക്കറാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ബസ് സർവീസ് ഉണ്ട്, അവൈലബിൾ ആണ്. രാത്രി 8 മണി വരെ ലൈബ്രറി ഏരിയ ഒക്കെ പോകുന്ന ബസ് അവൈലബിൾ ആണ്. ഇലക്ട്രിക് കാറ് അവൈലബിൾ ആണ്. അങ്ങനെ അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. പിന്നെ നമ്മളുടെ ഓഫ് ക്യാമ്പസുകൾ ഉണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക്. കാരയ്ക്കല് ക്യാമ്പസ് ഉണ്ട്, ലക്ഷദ്വീപിലെ ക്യാമ്പസ് ഉണ്ട്, മാഹി ക്യാമ്പസ് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ അവിടെയും ക്യാമ്പസ് ഉണ്ട്. അവിടെ ആൻഡമാൻ നിക്കോബാറില് പലതരത്തിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സ് ലിസ്റ്റ് കാര്യങ്ങൾ ഞാനിപ്പോ എടുത്തു വെച്ചിട്ടില്ല, സൈറ്റിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വൈസ്
എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എനിക്ക് അറിയുന്ന രീതിക്ക് ഞാൻ ഉത്തരം പറയാം, അഭിപ്രായം പറയാം. അവിടെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് ആന്റി റാഗിങ് സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ട്. ആന്റി റാഗിങ് സെല്ലും ICCയും വുമൺ സെല്ലും ഒക്കെ ആക്റ്റീവ് ആയിട്ട് ഉണ്ട്. പക്ഷെ അതിലും ഈ പറയുന്ന പോലെ ആക്റ്റീവ്നെസ്സിൽ പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പോകുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്. റാഗിങ് ഇഷ്യൂസ് അത്രയധികം നോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു 3-4 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കിവിടെ ഉണ്ട്. അപ്പോ റാഗിങ് സംഭവങ്ങൾ ഉണ്ട്, പക്ഷെ വളരെ ഒരു ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ചെറിയ ചെറിയ ഇൻസിഡൻസ് നോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ സ്ട്രക്ചർ അറിയാനായിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ അത് ചോദിച്ചാൽ മതി. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നോക്കി പറഞ്ഞു തരാം. MSW ഡിപ്പാർട്ട്മെന്റിന്റെ പറയൂ എന്നാല്. ഹലോ അഖില. ചേട്ടാ, ഹലോ. ജോയിൻ ചെയ്യാൻ വൈകിപ്പോയി. ഞാനും അവിടെ പഠിച്ച ഒരാളാണ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളാണ്. സോ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് റാഗിങ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒട്ടും റാഗിങ് ഇല്ലാത്ത ഒരു ക്യാമ്പസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സമ്മാനിച്ചിട്ടുള്ളത്. വളരെ നല്ല ക്യാമ്പസും നല്ല ഇൻഫ്രാസ്ട്രക്ചറും. ഇത്രയും വലിയൊരു ക്യാമ്പസ് ഞാൻ ശരിക്കും മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം 1000 ഏക്കറാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, 1000 ഏക്കറിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 ഏക്കറൊക്കെ ഉണ്ട്. പക്ഷെ ആ മൊത്തം സ്ഥലത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ അടുപ്പിച്ചാണ് യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങളൊക്കെ. പക്ഷെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് ഈ 1000 ഏക്കറിൽ പലയിടങ്ങളിലായിട്ടാണ് നമുക്ക് ബിൽഡിംഗ് ഒക്കെ വരുന്നത്. സോ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോവാൻ, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്റ്റലിലേക്ക് വരാൻ ചിലപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ അതിന്റെ ഇടയിൽ ദൂരം ഉണ്ടാവും. സോ അതിന്റെ ഇടയിൽ പോകുന്ന ഒരു ബസ്സിൽ കയറിയിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുക. സോ ഇതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് അവിടെ സൈക്കിൾസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നീട് അത് മാറ്റി തോന്നുന്നു അല്ലെ, എനിക്കിപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ആ സമയത്ത് ഒരു ഫ്രീ ആയിട്ടുള്ള സൈക്കിൾ ഉണ്ടായിരുന്നു, ഒരു മഞ്ഞ സൈക്കിള്. ആ സൈക്കിൾ നമുക്ക് പോവുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഏറ്റവും ശ്യാമേ, ആ സൈക്കിളെ ആക്ച്വലി സൈക്കിള് ഇപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഠിക്കുമ്പോഴും സൈക്കിൾ ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു സൈക്ലോൺ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ 2019-18 എങ്ങാണ്ട്. ഞാൻ അവിടുന്ന് 13 ഇറങ്ങി. ഒരു വൻ സൈക്ലോൺ ഒക്കെ വന്നില്ലേ, മറ്റേ ഓഖിയോ. ആ സൈക്ലോൺ വന്ന സമയത്ത് പിള്ളേര് വെക്കേഷൻ ഈ സൈക്കിളൊക്കെ മരത്തിന്റെ മുകളിലായിരുന്നു. സൈക്കിളൊക്കെ പറന്നുപോയോ? അങ്ങനെ സൈക്കിളുകൾ പകുതി നശിച്ചു പോയതാണ്. പിന്നെ അത് പകുതി അങ്ങോട്ട് നശിച്ചു പോയി. പിന്നെ അത് ആരും മെയിൻറ്റെയിൻ ചെയ്യണ്ടായി. പിന്നെ കുറച്ചൊക്കെ അവിടെ ഇവിടെയും കാണാം, അത്രേ ഉള്ളൂ. സൈക്കിളുകളെ സൈക്ലോൺ കൊണ്ടുപോയില്ലേ? ബെസ്റ്റ് മെമ്മറീസ് ആണ് പോണ്ടിച്ചേരിയിൽ. അതെ,
പിന്നെ എനിക്ക് ഏറ്റവും എന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അക്കാഡമിക് തോന്നിയത്, ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മെമ്മറി. അതെ, ഇത് ഇതാണ് വൈഫൈ ആണ്. ക്യാമ്പസിന്റെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് വൈഫൈ കിട്ടുമല്ലോ. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഒരു അക്കാഡമിക് അന്തരീക്ഷം പൊതുവിൽ ഇപ്പോ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ അവിടേക്ക് എത്തുന്നത്. അപ്പോ അക്കാഡമിക് അന്തരീക്ഷം പഠിക്കണം എന്ന് ഒരു പഠനത്തിനോട് ഫോക്കസ് ഉള്ളവർക്ക് മാത്രം ചിലപ്പോൾ അത് നമ്മുടെ അറ്റൻഷൻ മാറിപ്പോകാനുള്ള പല കാര്യങ്ങളുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് നല്ല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ജിയോളജി ഒക്കെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അനുഭവത്തിൽ നിന്ന്. ഓക്കെ, ഈ നമ്മുടെ MSW ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞത്, ഫസ്റ്റ് സെമസ്റ്ററിൽ 20,047 രൂപയാണ് ഫീസ് വരുന്നത്. ബാക്കി അത് ഓരോ സെമസ്റ്ററിലും കുറഞ്ഞു വരും. പിന്നെ ചോദിച്ചത് ബികോം ഉണ്ട്. ബികോം ഇപ്പോൾ NEP കോഴ്സ് 4 വർഷത്തെ കോഴ്സിൽ ബികോം അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ വർഷമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബികോം UG കോഴ്സുകളിൽ ഈ 4 ഇയർ NEP ഇംപ്ലിമെന്റ് ചെയ്ത വഴി ബികോം, BBA അത്തരത്തിലുള്ള മാനേജ്മെന്റിൽ ഇത്തരത്തിലുള്ള UG കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ സൈക്ലോൺ ഒക്കെ പറഞ്ഞത് പോലെ സൈക്ലോൺ ലാസ്റ്റും ബംഗാൾ സൈക്ലോണും ക്യാമ്പസിന് അത്യാവശ്യം മോശമായിട്ടുള്ള രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ സൈക്കിളുകളൊന്നും ഇപ്പോ ഇല്ല. തുരുമ്പെടുത്തിട്ടൊക്കെ അവിടെ ഫസ്റ്റ് ഗേറ്റിന്റെ സെക്കൻഡ് ഗേറ്റിന്റെ ഒക്കെ ഷെഡില് ഉണ്ട്, കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ഒരു ബൈക്ക് തന്നെ ഉണ്ട് അവിടെ അവശിഷ്ടമായിട്ട്. ആണല്ലേ, ഓക്കെ. വൈഫൈ ബേസിക്കലി അവൈലബിൾ ആണ്, മിക്ക സ്ഥലത്തും അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ ഒരു അവൈലബിലിറ്റി മിക്ക സമയങ്ങളിലും കുറഞ്ഞു ഇരിക്കും. ആളുകളുടെ എണ്ണം, ഉപയോഗിക്കുന്ന ബാൻഡ് വിഡ്ത്ത്, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് കിട്ടുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. സ്കോളേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്താണെങ്കിൽ സ്കോളേഴ്സ് റൂമുകൾ, പ്രത്യേകമായിട്ടുള്ള സ്കോളേഴ്സ് റൂമുകൾ അവൈലബിൾ ആണ്. അതും ഈ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് അനുസരിച്ചിട്ട് അതിന് വ്യത്യാസമായിരിക്കും. ചില ഡിപ്പാർട്ട്മെന്റുകൾ അവർക്ക് സ്കോളേഴ്സ് റൂമിലേക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു വൈഫൈ മോഡം ഒക്കെ കൊടുക്കും. നമ്മളുടെ വൈഫൈയുടെ ക്യാമ്പസിലെ മൊത്തത്തിലുള്ള വൈഫൈന് ക്യാമ്പസ് കണക്ട് എന്ന് പറയും. അപ്പൊ അതിന് ഒരു നമ്മളുടെ നമ്പറും, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉണ്ടാവും. അത് നമുക്ക് 2 ഡിവൈസിൽ കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ലാപ്പും ഫോണും ഒക്കെ യൂസ് ചെയ്യുന്ന തരത്തിൽ, സെയിം ടൈമിൽ ആ വൈഫൈ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ വൈഫൈ അങ്ങനെയൊക്കെയാണ്. ഹോസ്റ്റലുകളിൽ ഈ ക്യാമ്പസ് കണക്ട് അല്ലാതെ PU വൈഫൈ എന്നുള്ള രീതിക്ക് ഈ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും അല്ലാതെ വേണ്ടാത്ത രീതിയിൽ നമുക്ക് വൈഫൈ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ റേഞ്ച് പണ്ടൊക്കെ കേട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ക്യാമ്പസിലകത്ത് മൊബൈലിൽ നെറ്റ്വർക്ക് കിട്ടാത്തത്. ഇപ്പോ 1-2 ടവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ജനറൽ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചില ബാങ്കുകളുടെ ATM ഔട്ട്ലെറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ടോയ്ലറ്റ്സ് പ്രത്യേകമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെന്താ ടീ ടൈം എന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കഫറ്റേരിയ, സെപ്പറേറ്റ് ആയിട്ട് ക്യാൻറ്റീൻസ് ഒന്നും അല്ലാതെ ടീ ടൈം അവൈലബിൾ ആണ് ക്യാമ്പസിന്റെ ഉള്ളിൽ. ഒരു പുറത്തുനിന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു കഫറ്റേരിയ ആണത്. പിന്നെ മിക്ക സ്കൂളുകളുടെയും അടുത്തായിട്ട് ക്യാൻറ്റീൻസ് അവൈലബിൾ ആണ്. സബ്സിഡി റേറ്റിൽ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്ന ക്യാൻറ്റീൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാനുള്ള പോർട്ടുകളുണ്ട്. അങ്ങനെ ബേസിക് കമ്മ്യൂണിറ്റീസ് അത്യാവശ്യമൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ക്യാമ്പസിലുണ്ട്. ജിംനേഷ്യം ഉണ്ട്. ജിംനേഷ്യം പറഞ്ഞോ? ജെൻസിനും. പിന്നെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, 2 ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ.
മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഷെഫിനെ പറയൂ. പിയുവിന്റെ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചിട്ടാണോ ചോദിക്കുന്നത് ഷെഫിന? അതെ. എന്തെങ്കിലും പറയാനുണ്ടോ അതില്? ഞാൻ ആ ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ലിങ്ക് അയച്ചു തരാം. അതില് ബ്രോഷേഴ്സും നമ്മളുടെ ഡീറ്റെയിൽസുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും വേണമെങ്കിൽ അയക്കാം. അപ്പൊ അവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് അതിൽ കൂടുതലായിട്ടുള്ള ഒരു ധാരണയില്ല. എന്തായാലും അഡ്മിഷൻ ഓപ്പൺ ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഷെഫിന ഗ്രൂപ്പിലുണ്ടോ? ഇല്ല. ആരെങ്കിലും ഒരാള് അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഷെഫിനയ്ക്കും ബാക്കി താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം. ഷൈജു ഒന്ന് ഇടാമോ? അതിലൊരു സംശയം വെച്ചോട്ടെ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കാര്യത്തില് ഈ ഡയറക്റ്റ് ഡിഗ്രി, ഡയറക്റ്റ് PG ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഉണ്ടോ അങ്ങനെയുള്ള സംഭവം? അതായത് മറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ, പ്രീ ഡിഗ്രി ഇല്ലാത്ത ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്ത PG, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ അതില്? അതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പ്രത്യേകം പറയാനുള്ളത്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31-നാണ് കേട്ടോ. എനിക്ക് ചോദിച്ച എലിജിബിലിറ്റി ക്രൈറ്റീരിയ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. ഒന്ന് നോക്കിയിട്ട് നോർമലി ഡിഗ്രി തൊട്ട് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത കോഴ്സ് ഉണ്ടാവുക യൂണിവേഴ്സിറ്റികളിലൊക്കെ. അല്ലാതെയുള്ള ചില കോഴ്സുകൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തും. പോണ്ടിച്ചേരിയിൽ അത് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണോ ചോദിക്കുന്നത്? സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണോ അത്? ഡയറക്റ്റ് ഡിഗ്രി എഴുതാവുന്ന പരിപാടികളൊക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് PG അങ്ങനെ ഉണ്ടോ? ഇല്ല, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എഴുതാം. ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യാം. അതല്ലാതെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട്. അങ്ങനെയാണല്ലേ? ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ +2-ന് ശേഷം ചെയ്യാവുന്നതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാവുമ്പോൾ 10th ശേഷം ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തായാലും അഖില അതിന്റെ പിന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അതിൽ തന്നെ എന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അർച്ചന? എത്ര സീറ്റ് ഉള്ളതെന്ന് പറയാൻ പറ്റുമോ PG? ഓരോ ഡിപ്പാർട്ട്മെന്റിലും സീറ്റിന്റെ എണ്ണത്തില് വ്യത്യാസമുണ്ട് അല്ലേ അഖില? അതെ. ഏത് ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ തോന്നുന്നു PG 100 സീറ്റ് ഉണ്ടെന്ന്. 120, 130 തന്നെ അടുത്തൊക്കെ ഇൻടേക്ക് ഉണ്ട്. അതേസമയം ആന്ത്രപ്പോളജിയിലാണെങ്കിൽ എത്രയാ? 30-ഓ 40? ശ്യാമേ പറയൂ. എനിക്കും കഴിഞ്ഞ വർഷം സീറ്റുകൾ വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഇൻടേക്കുകളെ. ഇപ്പോ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഉണ്ടാവുന്ന സമയത്ത് 20 സീറ്റ് ആയിരുന്നു. ഇപ്പൊ 30 എത്രയോ ആക്കിയിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷമാണ്. ഇപ്പൊ പെർഫോമിംഗ് ആർട്സിൽ ഞാൻ ഉണ്ടാകുമ്പോൾ 20 ആയിരുന്നു. ഇപ്പൊ അത് 30 സംതിങ് എന്തോ ആക്കിയിട്ടുണ്ട്. അവര് ഈ കഴിഞ്ഞ വർഷം ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ സീറ്റ് ഇൻടേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 100 ആയിരുന്നു ഞാൻ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ 130 എന്തോ ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇൻടേക്ക് കൂട്ടിയിട്ടുണ്ട്. അത് പ്രോസ്പെക്ടസിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പ്രോസ്പെക്ടസ് അവൈലബിൾ ആണോ അഖില? അവൈലബിൾ ആണ്. ഷെയർ ചെയ്യാം. സൈറ്റിൽ അവൈലബിൾ ആണ്. കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. BCom ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. BCom ഇല്ലല്ലോ അല്ലെ? പിന്നെ MCom അല്ലേ ഉള്ളൂ? കൊമേഴ്സ് ഉണ്ട്. ഇപ്പൊ NEP ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം 4 വർഷത്തെ BCom, BBA, UG കോഴ്സുകൾ അവൈലബിൾ ആണ് ഇപ്പോ. ഇന്റഗ്രേറ്റഡ് ആകെ സീൽ ഉണ്ടായിരുന്നില്ല ചേട്ടാ? അത് 4 വർഷത്തെ കോഴ്സിന് BCom തന്നെയാണോ പറയുക? എന്റെ പേരിൽ ഡിഫറൻസ് ഇല്ലേ?
അതെ അതെ ബികോം തന്നെയാ പറയാ. ഒരു സെക്കൻഡ് ഞാനൊന്ന് മാനേജ്മെന്റിന്റെ അണ്ടറിൽ ബികോമും BBAയും BA എക്കണോമിക്സും 4 വർഷത്തെ കോഴ്സാണ്. 40 സീറ്റാണ്. ഓണേഴ്സ് കോഴ്സ് ആണത്. ഓക്കെ ഓക്കെ. അതിനുശേഷം നേരിട്ട് ഗവേഷണത്തിനൊക്കെ പോവാവുന്ന രീതിയിലല്ലേ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? NEP. 4 ഇയർ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ PhDക്ക് പോവാൻ PG ചെയ്യണ്ട, നേരിട്ട് PhDക്ക് പോവാം. ശ്യാമെന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഇല്ല. ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക്കലി നേരത്തെ ശ്രീയേട്ടൻ പറഞ്ഞ പോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്കലി അതുപോലെ കുറച്ചുകൂടെ ഒരു എന്റർടൈൻമെന്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസും സ്ഥലവും കൂടെയാണ് പോണ്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡൈവേർഷൻ വരാൻ സാധ്യത കൂടി ഉള്ളതാ ഒരു ക്യാമ്പസ് കൂടെയാണെന്ന് നേരത്തെ ശ്രീയേട്ടൻ പറഞ്ഞതിനോട് ആഡ് ചെയ്തിട്ട് പറയാം. ഇപ്പം രണ്ടും ഒരേപോലെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് അന്തരീക്ഷവും ഒരു സ്ഥലവും കൂടെയാണ്. ഇപ്പോൾ ഓറോവില്ല് പോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുള്ള ഫ്രഞ്ച് കോളനികൾ ഇപ്പോഴും ഉള്ള ഒരുപാട് കൾച്ചറലി ഭയങ്കര റിച്ച് ആണ്. ഇപ്പൊ അഖില നേരത്തെ പറഞ്ഞ പോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കൾച്ചറലി ഭയങ്കര റിച്ച് ആണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അടക്കം പഠിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള സെപ്പറേറ്റ് ഹോസ്റ്റലുകളൊക്കെ ഉള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. അതേപോലെ തന്നെ പോണ്ടിച്ചേരി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിലും കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ ലൈഫ് ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ PG ലൈഫ് ഏറ്റവും നന്നായിട്ട് എന്റെ അക്കാഡമിക് ലൈഫിൽ PG ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത 2 വർഷം, ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത 2 വർഷമാണ് പോണ്ടി. ഇപ്പൊ ശ്രീയേട്ടനും ആ സമയത്ത് ശ്രീയേട്ടനൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലെ? ഒരു തവണ വന്നിട്ടില്ലേ ശ്രീയേട്ടൻ? അപ്പൊ അങ്ങനെ അതെ, ഒരുപാട് രസമാണ്. ഈ പറഞ്ഞ പോലെ നൈറ്റ് ഔട്ടുകളും കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഫ്രീഡം ആണ്. ആളുകൾ നന്നായിട്ട് ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ്. പിന്നെ നൈറ്റ് ആയാലും ഡേ ടൈം ആയാലും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരുപാട് വലിയ ക്യാമ്പസ് ആണ്. പറഞ്ഞ പോലെ ഏകദേശം 950 ഏക്കർ, 1000-നടുത്ത് ഏക്കർ വിസ്താരമുള്ള ക്യാമ്പസ്, ഗ്രീൻ ക്യാമ്പസ് ആണ്. ലേക്കുകളും ഫോറസ്റ്റും അതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാം ഉള്ള വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ക്യാമ്പസ് ആണ്. കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും ലൈക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും സ്പോർട്സും ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഇയർലി പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കൊമേഴ്സിന് വാണിക്കോം പോലെയുള്ള അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ക്യാമ്പസ് കൂടെയാണ് പോണ്ടിച്ചേരി. സ്വന്തമായിട്ട് ഒരു റേഡിയോ സ്റ്റേഷന് കൂടെ ഉണ്ട്. അപ്പോ ശ്യാം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയാണ്. കാശ്മീരിൽ നിന്ന് ഞാൻ പഠിക്കുമ്പോൾ 100-ലേറെ കശ്മീരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോ കശ്മീരിൽ നിന്ന് അത്രയും ദൂരം അകലെ സൗത്തിലേക്ക് ആളുകള് പഠിക്കാൻ വരിക എന്നുള്ളത് എനിക്ക് അത്ഭുതമായിരുന്നു. നോർത്ത് ഈസ്റ്റിലുള്ള വലിയൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി വളരെയേറെ ആകർഷിച്ച ഇതാണ്. എന്റെ 2 റൂംമേറ്റ്സും കശ്മീരിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് VC JK തരീന്റെ ഒരു വിഷനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അതേസമയം ഇത്തരത്തിലുള്ള മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ പഠനത്തിന്റെ അക്കാഡമിക് ഇതിന്റെ സ്വഭാവത്തിന് ചിലരുടെ കേസിൽ ചിലപ്പോ ഒരു ഡൈവേർഷന് ഇത് ഉണ്ടാവാം. പക്ഷെ ഭൂരിഭാഗം ആളുകളും അവരുടെ പഠിക്കണം എന്നുള്ള ഒരു അക്കാഡമിക് താല്പര്യം കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു ക്യാമ്പസ് ആണ്, ഒരു ഇതാണ്. മറ്റു ചോദ്യങ്ങൾ പറയൂ. എന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാനാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ ഇതെല്ലാം വളരെ കറക്റ്റ് ആണ്. ഭയങ്കര ഒരുപാട് നമുക്ക് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. എന്താ പറയാ, നമ്മുടെ ക്യാമ്പസിൽ ഞാനൊക്കെ ചേരുന്നു. ഞാൻ 2022 ഇവിടെ PG പാസ് ഔട്ട് ആയതാണ്. അപ്പൊ ആ സമയത്ത് ക്യാമ്പസിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളിൽ ഒന്നാണ് PG പഠിക്കുന്ന SC/ST പെൺകുട്ടികൾ, SC/ST വിഭാഗത്തിൽപ്പെട്ടവരും പെൺകുട്ടികൾക്കും ഹോസ്റ്റലില് റൂം റെന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ 23 ശേഷം അത് പിന്നീട് അവർക്കും റൂം റെന്റ് കൂട്ടിച്ചേർക്കുകയും പിന്നെ വർഷാവർഷം ഫീസ് ഇങ്ങനെ കൂട്ടി വരുന്നതിനനുസരിച്ചിട്ട് കുട്ടികളിലെ കുട്ടികളുടെ ഒരു ക്ലാസ്
ഭയങ്കരമായിട്ട് മാറിപ്പോയി. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനും ക്യാമ്പസിലുണ്ട്. ഒരു പൈസ ഉള്ളവർക്ക് പഠിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പൊ കേന്ദ്ര സർവകലാശാലയില് പ്രൈവറ്റ് എഡ്യൂക്കേഷനെ മൊത്തത്തിൽ അത്തരത്തിലൊരു ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നീട് റേഡിയോ ഇപ്പോ ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല. റേഡിയോ നിർത്തിയിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ പെർഫോമിംഗ് ആർട്സ് അത്യാവശ്യം ഹോസ്റ്റൽ ഫീസ് എത്രയാ വരുന്നത് അവിടെ? കേട്ടില്ല. ഹോസ്റ്റൽ ഫീസ് ഇപ്പൊ എത്രയാ വരണേ? PhD കാർക്ക് 2000 രൂപയും PG കുട്ടികൾക്ക് 1000 രൂപയാണ്. മെസ് ഫീസ് അല്ല, മെസ് ഫീസ് 16,000. ലൈക്ക് സെമസ്റ്റർ വൈസ് ആണോ? സെമസ്റ്റർ വൈസ് തന്നെയല്ലേ ഇപ്പോഴും? അല്ല, ഇയർലി 1000 രൂപ റൂം റെന്റ്. ഓക്കെ. മെസ് ബിൽ എത്രയാണ്? മെസ് പെർ ഡേ 80 രൂപയാണ്. കേൾക്കാം? ഹലോ, മെസ് പെർ ഡേ 80 രൂപയാണ്. അപ്പൊ അത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ചിരിക്കും മെസ് റിഡക്ഷൻ. നമ്മളിപ്പോ ദൂരെ നാട്ടിൽ പോകുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക്ഷോപ്പ് സെമിനാറിനൊക്കെ പോകുമ്പോൾ മെസ് റിഡക്ഷൻ കൊടുക്കാം. അപ്പോ ഇളവ് ആ ഒരു മെസ് ക്യാൻസൽ ആയി പോവും. പക്ഷെ അതല്ലാതെ നമ്മള് പെർ ഡേ 80 രൂപ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെർ സെമസ്റ്റർ ഒരു ഏറെക്കുറെ ഒരു 14 റേഞ്ചിലൊക്കെ 14,000 റേഞ്ചിലൊക്കെ ആയിരിക്കും മെസ് ഫീസ് വരിക ഒരു സെമസ്റ്ററിലേക്ക് അല്ലേ? അതെ. അപ്പൊ ഈ ഒരു പരിപാടികളുടെ നമ്മൾ ഈ ഒരു നടത്തുന്ന സെഷൻസിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 50ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതെടുക്കണം എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. ആ ഒരു സംശയത്തിൽ, ആ ഒരു ചോദ്യത്തിൽ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഇത്തരം സെഷൻസിന്റെ ഉദ്ദേശം. അപ്പോ ഇതുകൊണ്ട് ചില നെഗറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കേട്ടിട്ട് ആരും അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. നമ്മുടെ നാട്ടില് ഉള്ള കോളേജുകളിൽ പഠിക്കുന്നേക്കാളും കൂടുതൽ എക്സ്പോഷർ എന്ന് തന്നെ പറയാം. എക്സ്പോഷർ പിന്നെ ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് കൊണ്ട് കിട്ടും. അത് പിന്നെ എക്സ്പോഷർ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് വിവിധ തരം സംസ്കാരങ്ങളോടും ഭാഷകളോടും ഒക്കെ കിട്ടുന്ന ഒരു എക്സ്പോഷറാണ്. അത് പിന്നെ നമ്മുടെ ഒരു നാട്ടിൻ പുറത്ത് ഒരു കോളേജ് കൊണ്ട് അത് മോശമായിട്ടൊന്നുമല്ല. നല്ല അക്കാഡമിക് അന്തരീക്ഷമുള്ള നല്ല കോളേജുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ മലയാളികളായിട്ടുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോട് കൂടെ ഇരുന്ന് പഠിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് ഒട്ടാകെ നമുക്ക് സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു മനോഹരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതില് പിന്നെ ഇപ്പോ ഹൈദരാബാദ് ചൂസ് ചെയ്യണോ, പോണ്ടിച്ചേരി ചൂസ് ചെയ്യണോ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വേണോ, ഡൽഹി യൂണിവേഴ്സിറ്റി വേണോ, രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി വേണോ, അതോ തേജ്പൂർ വേണോ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരു സംശയം ഉണ്ടാവും ഏത് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സെഷനുകളുടെ ഉദ്ദേശം. ഓക്കെ, ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇടപെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതില്ലെങ്കിൽ അവസാനിപ്പിക്കാം. 9 മണിയാവാനായല്ലോ അല്ലെ, 1 മണിക്കൂറോളായല്ലോ അല്ലെ പാർവതി? ശ്രീയേട്ട ഇന്ന് 8:04 തന്നെ തുടങ്ങിയായിരുന്നു സെഷനും. എന്തെങ്കിലും കൺക്ലൂഡ് പറയാനുണ്ടോ അഖില? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും
ഗ്രൂപ്പിലേക്ക് ഡീറ്റെയിൽസ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ലിങ്ക് ഇടുകയാണെങ്കിൽ ഈ സെഷന് വന്നിട്ടുള്ള ഇല്ലാത്ത ആളുകൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാലോ. ലിങ്ക് ഷെയർ ഓക്കെ ചെയ്തായിരുന്നു ഓക്കെ ഇവിടെ ഓക്കെ ശരി, ഗ്രൂപ്പിന്റെ. വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ബാക്കി ഡിസ്കഷനൊക്കെ അപ്പൊ അവിടെ നമ്മൾ ഇന്നത്തെ ഗ്രൂപ്പിൽ നടക്കും. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്റ്റീവിന്റെ ഭാഗമായിട്ട് ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ പേരിലും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്റ്റീവിന്റെ പേരിലും അതിന്റെ നന്ദി അറിയിക്കുന്നു. അഖിലക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ ഇന്ററാക്റ്റീവ് സെഷൻസിൽ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത ശ്രീയാട്ടനും ശ്യാമേട്ടനും ബാക്കി എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു.